ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. തെരുവിളക്ക് പരിപാലനത്തിൽ നഗരസഭ അനാസ്ഥ കാണിക്കുന്നു എന്ന ആരോപണവുമായി UDF കൗൺസിലർ PM.A. ജലീൽ. തെരുവിളക്ക് പരിപാലനത്തിൽ ഒറ്റപ്പാലം നഗരസഭ കാണിക്കുന്നത് വളരെ വലിയ അനാസ്ഥയെന്ന് UDF കൗൺസിലർ PM.A. ജലീൽ. 3000 രൂപയുടെ LED ബൾബുകൾക്ക് പകരം 30 രൂപയുടെ CFL ബൾബാണ് കരാറുകാർ സ്ഥാപിക്കുന്നതെന്നും ഇവർക്ക് കൃത്യമായി മെയിന്റനൻസ് തുക നൽകണം എന്നിരിക്കെ അത്തരം പ്രവർത്തികൾ തടയേണ്ടത് നഗരസഭ ആണെന്നും എല്ലാ ഭാഗത്തും തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്വം ആണെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നഗരസഭ സ്വീകരിക്കേണ്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് ഒന്ന്, എല്ലാ ഭാഗങ്ങളിലും തെരുവിളക്കുകൾ സജീവമാക്കണം. ഈ തെരുവിളക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലാതെ എല്ലാ തെരുവിളക്കുകളും 9-10 വാട്ടിൻ്റെ 30 രൂപ വില മതിക്കുന്ന ലൈറ്റുകളാണ് ഇട്ടിട്ടുള്ളത്. അത് വളരെ വലിയ ഒരു അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും 10 വാട്ടിൻ്റെ CFL ബൾബ് 3000 രൂപയുടെ LED പകരം കരാറുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് 30 രൂപയുടെ CFL ബൾബ് മാറ്റിയിടുകയാണ്. അവർക്ക് എല്ലാ മാസങ്ങളിലും നിശ്ചിത സംഖ്യ കൊടുക്കുമെന്ന്. ഇത് നഗരസഭ ചെയ്യുന്ന വലിയൊരു അനാസ്ഥയാണ്. ഇത് ഒന്ന് ചർച്ച ചെയ്യണമെന്ന് ഈ കൗൺസിൽ ചുമതലയേറ്റ അന്നു മുതൽ പറയാൻ തുടങ്ങിയത്. കെൽട്രോൺ വഴി നഗരസഭ സ്ഥാപിച്ച CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്നും ഇതിലും നഗരസഭയും കെൽട്രോണും വലിയ അഴിമതി നടത്തിയെന്നും ജലീൽ ആരോപിച്ചു. പൊതു ഇടങ്ങളിൽ CCTV ക്യാമറകൾ നഗരസഭ സ്ഥാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ CCTV നഗരസഭ സ്ഥാപിച്ചത് കെൽട്രോൺ വഴിയാണ്. നഗരസഭ സ്ഥാപിച്ചത് കെൽട്രോൺ വഴി സ്ഥാപിച്ചത് 8-9 കേന്ദ്രങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു കേന്ദ്രത്തിൽ CCTV പ്രവർത്തിക്കുന്നില്ല. ഇതിലൂടെ തന്നെ കെൽട്രോൺ വലിയ അഴിമതി, നഗരസഭയുടെ സഹായത്തോടു കൂടി വലിയ അഴിമതിയാണ് നഗരസഭയും കെൽട്രോൺ നടത്തിയത്. ഒരു CCTV പ്രവർത്തിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ CCTV സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നഗരസഭ സ്വീകരിക്കണം. കാലങ്ങളായി CPM MLA ആണ് ഒറ്റപ്പാലത്ത് വിജയിക്കുന്നത് എന്നിരിക്കെ ഒറ്റപ്പാലം നഗരഹൃദയത്തിൽ സീബ്ര ക്രോസിംഗ്, വിദ്യാലയങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ CCTV ക്യാമറ സ്ഥാപിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നും പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാന കേന്ദ്രങ്ങളിലെങ്കിലും ജനസുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും PM.A. ജലീൽ പറയുന്നു. ഈ ബസ് സ്റ്റാൻഡ്, അതോടൊപ്പം തന്നെ മറ്റു വിദ്യാലയങ്ങളുടെ പരിസരങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റു പ്രധാന കേന്ദ്രങ്ങളിൽ ഈ സീബ്ര ക്രോസ് ചെയ്യുന്ന ഭാഗങ്ങൾ, ഇതൊക്കെ CCTVയുടെ ശ്രദ്ധ പതിയേണ്ട കേന്ദ്രങ്ങളാണ്. ഇവിടെ ഒന്നും നഗരസഭ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. ഇവിടെ ഒറ്റപ്പാലം എന്ന് പറയുന്നത് ഇത്ര കാലം CPMൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഒരു ഭാഗം മാത്രം MLA ആയി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയാത്തത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുക. ഇതിൽ പരിഹാരം ഉണ്ടാക്കണമെന്നത് നാടിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ്.